ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം മാമയും വൈശും ഒന്നും ഇവിടെ ഇല്ല, അവർ ദേവുവിൻ്റെ ഇവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോയതാണ്. ഇവിടെ ഉണ്ടായിരുന്നു അവർ കേട്ടോ. അപ്പം പോയപ്പോൾ ഇവർ കിടന്ന് ബഹളം ഉണ്ടാക്കി, അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മിക്കവാറും അവിടെ നിൽക്കാനാണ് ചാൻസ്. അപ്പോൾ വാവ കരഞ്ഞില്ലെങ്കിൽ മിക്കവാറും അവിടെ തന്നെ നിൽക്കും കേട്ടോ. വൈകിട്ട് കാണാൻ പോയി വിളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെ വേറെ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ് കുഴക്കട്ട. അപ്പം നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്നും കുഴയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഈ ഒരു പരുവാകുന്ന പോലെ എടുത്താൽ മതി. എന്നിട്ട് ഇതിപ്പോൾ കുഴക്കട്ട എന്നൊക്കെ പറയുമ്പോൾ ഉരുണ്ടിരിക്കുന്നതല്ലേ, അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടും ജസ്റ്റ് കുഴക്കട്ട ആക്കുന്നത് പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിടും കേട്ടോ കൈ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും, കഴിക്കാനും എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കും കേട്ടോ, ഇത് കുഴക്കട്ടയല്ലോ, ഇത് പരന്നപ്പം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുറച്ച് പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൊടിയെല്ലാം കൂടി വെള്ളത്തിൽ കലങ്ങിയിട്ട് വേറൊരു പരുവായിട്ട് മാറും കേട്ടോ, കുഴക്കട്ടയായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പം കുഴക്കട്ട ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉരുട്ടി തന്നെ ഇടാം കേട്ടോ. ഞാനിതിപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മത്തിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മത്തിയൊക്കെ വെട്ടി കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ വാവ എപ്പോഴാണ് ബഹളം തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഒന്നുകിൽ അങ്ങോട്ട് പോയി വിളിക്കണം, അല്ലെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അതിന് മുന്നേ മീനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നെ ഏട്ടൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, അതും ഇതൊക്കെ എടുത്തൊക്കെ തരാമെന്ന് പറഞ്ഞു. കുറച്ച് തേങ്ങ തിരുങ്ങി, പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് തന്നു. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ചെറിയൊരു മീൻകറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാറില്ല, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരാതിയാണ്, നീ എന്താ കുക്കിംഗ് വീഡിയോ ഇടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സമയവും ഇല്ല, പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് മീൻകറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറുമില്ല കേട്ടോ. അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ കുറച്ചിടുന്നത്. പിന്നെ ഇവരെയൊക്കെ കൊണ്ടിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും ഫോൺ ഓണാക്കിയും ഓഫാക്കിയും പിന്നെ വീഡിയോ ഓണാക്കി വെക്കാനും ഒക്കെ പാടാണ്. വാവ ഒട്ടും സമ്മതിക്കില്ല കേട്ടോ. വാവയ്ക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ബഹളമാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും കൂടുതൽ ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ മീൻ കിട്ടിയതല്ലേ, അപ്പം നന്നായിട്ടൊരു വീഡിയോ എടുത്തേക്കാമെന്ന്. അപ്പോൾ വാവയും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മത്തി വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മത്തിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടാണ് ഞാൻ വറക്കുന്നത്. സാധാരണ ഫുള്ളിട്ട് പൊരിക്കാറാണ് പതിവ്. ഇന്ന് പക്ഷേ ഞാൻ വിചാരിച്ചു എന്നാൽ കട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം ഇനി നമ്മൾ കറി വെക്കാനുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതുവരെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തേങ്ങ ഇട്ടു, അതിനകത്തിട്ട് ഒരു 2-3 4-5 കഷ്ണം ചുവന്നുള്ളി, അതുപോലെ ആവശ്യത്തിന് മുളക് പൊടി. അപ്പം എരി വേണ്ടുന്നതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ പച്ചമുളക് ഇടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പം ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത്. മുളക് പൊടി ഇടുന്നതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടിയാണ് നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ കേട്ടോ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവയും കൂടി കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ മീൻ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് കലക്കി ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ അരിഞ്ഞ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമാങ്ങയാണ്. പിന്നെ 2 മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് നന്നായിട്ട് കീറിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ടേ ഉള്ളൂ, ഒന്ന് കീറിയിട്ടേ ഉള്ളൂ, ഫുള്ള് കീറിയിട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി കുത്തിപ്പൊടിച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, വീഡിയോ എടുക്കാൻ എന്തെങ്കിലും വിട്ടുപോയതായിരിക്കും. അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറിയും മീൻ വറുത്തതൊക്കെ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മീൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് രാവിലെ അത് തന്നെ റെഡിയാക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പം നമ്മുടെ കുഴക്കട്ടയുണ്ട്, അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തു. കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എന്തായാലും കറിവേപ്പില നമുക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മിക്കവാറും ഇതൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മീൻ വറക്കുന്നത്,
അപ്പോൾ ഞാൻ മീൻ വെട്ടിയപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കൂടി കാണിച്ചിരുന്നത്. നന്നായിട്ട് മുറിഞ്ഞു. എനിക്ക് ഈ മീനൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. കയ്യുറ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വിരൽ പൊക്കി പിടിച്ചിട്ട് അടുത്ത വിരൽ വെച്ച് മുറിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് പക്ഷേ കയ്യുറ ഇട്ടില്ല. ഇടാനെന്തോ വിട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ ഈ മീനിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ മീനെല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം മീൻകറി മാത്രമായാലും എനിക്ക് കഴിക്കാൻ പാടാണ്. അപ്പോൾ പച്ചക്കറിയൊന്നും ഇല്ല, അധികം ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ പരിപ്പും പപ്പടവും കൂടി ആക്കാമെന്ന്. അപ്പം ഒരു വെറൈറ്റി ആവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പയറെടുത്ത് വെള്ളത്തിൽ ഇടുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് കുതിരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് പയർ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനെ കൊണ്ട്. അപ്പം നമുക്കത് പാത്രത്തിലൊത്തിട്ട് വയ്ക്കാം. അപ്പം ഞാനത് ചുമ്മാ ജസ്റ്റ് വീഡിയോ എടുത്താണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ ചക്ക കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ പരിപ്പ് ഉണ്ടാക്കത്തില്ലായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരിപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അടുപ്പിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ ഇത് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഏട്ടൻ വീട്ടിൽ പോയപ്പം അമ്മ കൊടുത്തു വിട്ടതാണ് ചക്ക. അരിഞ്ഞു കൊടുത്തു വിട്ടു. അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അപ്പം അമ്മ വിചാരിച്ചത് വാവയൊക്കെ ഇവിടെ കാണുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞു കൊടുത്തു വിട്ടത്. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് അതും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു മുളക്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചക്കയ്ക്കകത്ത് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. നന്നായിട്ട് ഇളക്കി വെക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ അതിനകത്ത് പിടിക്കുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമുക്കിനി കടുക് വറക്കണം. അതും കൂടി ചെയ്യാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നമ്മുടെ പരിപ്പിനുള്ള അരപ്പും കൂടി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും ഈ സെയിം ഇത് തന്നെയാണ് പരിപ്പിനും ഞാൻ ഇടുന്നത്. വെളുത്തുള്ളി, അതുപോലെ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് ഇടത്തില്ല കേട്ടോ. നമ്മൾ പരിപ്പിനകത്ത് മുളകൊന്നും യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ വറക്കുമ്പോൾ മുളക് വല്ലതും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യും. അല്ലാണ്ട് മുളക് ഇടാറില്ല കേട്ടോ. അപ്പം നമ്മൾ അതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിനുള്ള കടുക് വറുത്തെടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ചക്കയ്ക്കും ഇതിനും കൂടി രണ്ടിനും കൂടി ഒരുമിച്ച് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അടിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇതിനകത്തെല്ലാം ചേർത്തിട്ടുള്ളതാണ്. അപ്പം കറിവേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്തും കൂടി സെർവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല സൂപ്പറായിരിക്കും. വളിക്കത്തൊന്നുമില്ല. നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ ചക്ക കൂട്ടാനും. അപ്പോൾ ചക്ക ഞാൻ വേവിച്ചാണ് കേട്ടോ. ഉടച്ച് വേവിച്ചതാണ്. അല്ലാണ്ട് കറിയൊന്നും പോണക്കാക്കിയതല്ല. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പപ്പടവും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറ് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കഴിക്കാൻ പോകണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഏട്ടൻ പോകണമായിരുന്നു. പോയിട്ട് വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഇരുന്ന് ചോറൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി മാങ്ങയിട്ട മത്തിക്കറിയും മത്തി വറുത്തതും ചക്കയും പിന്നെ പരിപ്പും പപ്പടവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു
എന്താ പറയുക, വായിൽ വെള്ളം വരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് വാവയെ വിളിക്കാൻ വേണ്ടി പോകണം. വിഷുവൊക്കെ ദേവിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ പോയി കേട്ടോ, മാലുമേൽ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ദേവൊക്കെയാണ് കേട്ടോ പോയിട്ട് വന്നത്. അപ്പോൾ ഞാൻ വെച്ചെന്നെങ്കിൽ നമ്മൾ എന്തായാലും പോവല്ലേ, അപ്പോൾ മാലുമേൽ അമ്പലത്തിലും കൂടി കയറിയിട്ട് പോകാമെന്ന്. അങ്ങനെ അതുവഴി നേരെ നമ്മൾ മാലുമേൽ അമ്പലത്തിൽ പോയി കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ലേറ്റായി, അടയ്ക്കാറായി. എന്തായാലും അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെന്നു, എന്തായാലും തൊഴാൻ പറ്റി. അപ്പോൾ മാമിയും വൈശുവിനോട് കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അവരെ കൂടി കൊണ്ടുപോകാൻ നിന്ന് ഇതിനും ലേറ്റ് ആവുന്നു, നമുക്ക് തൊഴാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരില്ലാതെ തന്നെ പോയി കേട്ടോ. പോയി തൊഴുതിട്ട് തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ കുറിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ അവരെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാലിമ അമ്പലത്തിൻ്റെ ഗ്രൗണ്ട്. ഇതാണ് രാത്രിയിലെ കാഴ്ചകളൊക്കെ. രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 7-8 മണിയായി കേട്ടോ. 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്, മാലിമയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, ഇവരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടേ അവർ പോകുള്ളൂ കേട്ടോ. വാവ എപ്പോഴാണ് കരയുകയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനില്ലെങ്കിൽ ചിലപ്പം കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദൈവം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, കുറച്ച് നേരമൊക്കെ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം ഇവിടെ അപ്പൂപ്പനും കൊച്ചുമക്കളോടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവ ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടു കൊടുത്ത് അച്ഛനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛന് വയ്യാണ്ട് കിടക്കുകയാണെന്നാലും അച്ഛൻ്റെ ഇടയ്ക്കൂടെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കയ്യൊക്കെ അനങ്ങുന്നതിനൊന്നും വലിയ പ്രശ്നമില്ല, അല്ലാണ്ട് ഒരുപാട് പണിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കൊണ്ടുവന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാനുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാനെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിള്ളേർക്ക് വാരി കൊടുത്തു കേട്ടോ, ചോറും മീൻ വറുത്തതും എല്ലാം കൂടെ. അപ്പം അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തിന്നുന്നതൊക്കെ കണക്കാണ്. ഇനിയിപ്പോൾ രാത്രിയായില്ലേ, അതുകൊണ്ട് അമ്മ വാരി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും കൊടുത്തു, കഴിച്ചു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അമ്മ കട്ടനാക്കി തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എപ്പോഴും കളിയും അതുപോലെ തന്നെ വഴക്കിടുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലെങ്കിൽ കാണണമെന്ന് പറയും, കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫുൾ അടിയാണ്. 3 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. പിന്നെ അതുപോലെ തന്നെ വഴക്കും ഇടും. അപ്പം നമ്മൾ ഇതിൻ്റെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും റെയിൽവേ ഗേറ്റ് അടവായിരിക്കും. മിക്കവാറും ഒരു 2 ട്രെയിനെങ്കിലും പോവും കുറഞ്ഞത്. മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ. നമ്മളെന്നും വരുമ്പോൾ ഇവിടെ ട്രെയിൻ ഇല്ലേ, നമ്മളെപ്പോൾ വന്നാലും ഇവിടെ അടവായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.